സ്വർണ്ണഖനിയെ വാഗ്ദാനം ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ പലരിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിരിക്കുന്നത്. പല കേസുകളും ഇതുമായിട്ട് ഇദ്ദേഹത്തിന് ഷെയറുള്ള പല കമ്പനികളുമായിട്ട് കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ED അന്വേഷണം സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്, റെയ്ഡും അന്വേഷണവും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ED പലരെയും റെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു അറസ്റ്റ് ചെയ്ത് ഒരു ആക്ഷനിലോട്ട് ED പോയിട്ടില്ല. 60ഓളം പേരെ കേരളത്തിൽ പല കേസുകളിലായിട്ട് ED ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ മീഡിയയിൽ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ എന്താണ് കളി എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാര്യം ED ഉൾപ്പെടുന്ന കുറ്റങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. കുറ്റം കൃത്യമായിട്ട് തെളിയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ അവർ റെയ്ഡ് നടത്തുള്ളൂ. അപ്പോൾ EDയുടെ എടുക്കുന്ന കേസുകൾ പതിവിൽ കവിഞ്ഞ ധനം കൈപ്പറ്റിയതിന് ശേഷമാണ് കേസ് വരുന്നത്. അപ്പോൾ കേസ് ശരിക്കും പ്രോസസ്സ് ചെയ്യേണ്ട കേസാണ്. കാര്യം എവിഡൻസ് ബാങ്കിൽ തന്നെയുണ്ട്. ഈ അൻവർ ഒരു ഇരവാദം ഉന്നയിക്കാനാണ് ശ്രമിക്കുന്നത്. പിണറായി വിജയനെതിരെ പറഞ്ഞു തന്റെ വീട്ടിൽ ED കയറി, അത് BJP സഖ്യത്തിന്റെ ഫലമായാണെന്ന് തുടർച്ചയായി അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഒരു സഖ്യം ഉണ്ടെന്ന് PV അൻവറിന് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം അത് വിട്ടിട്ട് വരത്തില്ലായിരുന്നല്ലോ. അദ്ദേഹം CPMനെ പിണക്കിയിട്ട് അദ്ദേഹം 1-2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം പിണക്കിയത് മീഡിയ മാത്രമല്ല, സീനിയറായിട്ടുള്ള IPS ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം വിരോധത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അദ്ദേഹം വിരോധത്തിലാക്കിയിട്ടുണ്ട്. പല MLAമാരുമായിട്ടും അദ്ദേഹം ഇടഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.